everyone, welcome to Kunyus World. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും ദാ സുഖമായിട്ടിരിക്കണോ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയ ഡ്രീം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നിങ്ങളെ കാണിക്കാനാണ്. എന്താണെന്നല്ലേ, ഞങ്ങളുടെ പാറ്റിയോ മേക്ക് ഓവർ. അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നമ്മൾ പാറ്റിയോയിലൊക്കെ ടി വിയിലൊക്കെ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, പാറ്റിയോയിൽ പോയിരിക്കുക, പാറ്റിയോയിൽ ഇരുന്ന് എൻജോയ് ചെയ്യുക, റീഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അത് ഞങ്ങൾക്കും ഒരു വലിയ ഡ്രീമായിരുന്നു. അതെന്തായാലും ദൈവം സഹായിച്ച് ആ ഒരു ഡ്രീമിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഞങ്ങൾക്ക് അതേപോലെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീമായിരുന്നു ഞങ്ങളുടെ ബേസ്മെൻറ്റിലെ ഹോം തിയേറ്റർ സിസ്റ്റം. അതിൻ്റെയും ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടത് എല്ലാവരും നന്നായിട്ട് തന്നെ എടുത്തു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു, ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ വേറൊരു ഡ്രീമായിരുന്നു ഈ പാറ്റിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. ഇന്നിതാ August 3 ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആദ്യ ദിനമാണ്. നമ്മുടെ പാറ്റിയോ മേക്ക് ഓവറിന് വേണ്ടി നമ്മുടെ ഡെക്കിലെ സാധനങ്ങൾ, കച്ചറ കൊച്ചറ എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിൽ കളയാമെന്ന് തീരുമാനിച്ച് നമ്മൾ ഡെക്കൊന്ന് ക്ലീനപ്പ് ചെയ്തു. പക്ഷെ നമ്മുടെ മുറ്റം വൃത്തികേടായി. എന്നിരുന്നാലും ഡെക്ക് അടിപൊളിയായിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ ബാക്കിയുടെ ഡെക്ക് ക്ലീൻ ആക്കി എല്ലാ സാധനവും എടുത്ത് മാറ്റി. സോ നാളെ അവർ വന്ന് റൂഫെല്ലാം അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ്. റൂഫ് വരുമ്പോൾ വെയിലുണ്ടാവില്ല, പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ പുറത്ത് വിടാലോ പിള്ളേരെ. ഡെക്ക് ക്ലീൻ ആക്കിയപ്പോൾ ഡെക്കിലെ സാധനങ്ങൾ മുറ്റത്തേക്ക് വെച്ച് മുറ്റം വൃത്തികേടായി. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് മുറ്റത്തിരിക്കുന്നതെല്ലാം എടുത്ത് ഗാർബേജിൽ കളയാമെന്ന്. അങ്ങനെ കളയാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഇവിടെ ഉള്ളത് എക്കോ സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ ആ എക്കോ സ്റ്റേഷനിലെ ഓരോ ബിന്നിലേക്കും തരം തിരിച്ച് നമ്മളെല്ലാം ഗാർബേജിൽ കളഞ്ഞു. ഹലോ അങ്ങനെ സൺഡേ ആയിരിക്കണു. LGM-കാർ ഇപ്പം മെസ്സേജ് അയച്ചു, ഇപ്പം തന്നെ വരും, ഓൺ ദ വേ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജനലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർ വരും മുറയ്ക്ക് നമുക്കെല്ലാം കാണാം, എങ്ങനെയാണ് നമ്മുടെ റൂഫ് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്നും എല്ലാം കാണാം കേട്ടാ. അവർ വന്നു ഗൈസ്, അവർ വന്നു LGM. അപ്പോൾ നമ്മുടെ ഡെക്കിന് റൂഫ് പണിയാൻ വേണ്ടി നമ്മൾ ഓർഡർ കൊടുത്തത് LGM പാറ്റോ കവേഴ്സ് എന്ന കമ്പനിക്കാണ് കേട്ടോ. അവർ വന്ന് പണി തുടങ്ങിയതും കുഞ്ഞിപ്പെണ്ണും റോങ്കുട്ടനും കളിക്കണമെന്നും പറഞ്ഞ് പ്ലേഡോവും എടുത്തു വെച്ചിട്ട് ബാക്ക് യാർഡിലേക്ക് വന്നു കേട്ടോ. അഞ്ച് പൊന്ന് കഴിച്ചു, എന്നെ ഉണ്ടാക്കി കഴിച്ചേ. ഇത് എന്നാ ഇത്? നട്ടാണോ? വാൾനട്ട്. I don't know. Nutella? Yeah. Oh my gosh. Fry? Not dry. അപ്പം നമ്മുടെ റോങ്കുണ്ണും അയറൂട്ടി ഒരു മൂലയിലിരുന്ന് പ്ലേഡോ കളിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചേട്ടന്മാരെല്ലാം പോയി ഡെക്കിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് അതിൻ്റെ കാലും കോലും എല്ലാം കട്ട് ചെയ്ത് വന്നു. റോയിച്ചനും അവരോടൊപ്പം ചേർന്ന് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ നെറ്റ് അഴിക്കുകയാണ് കേട്ടോ. നട്ടും ബോൾട്ടും ഒക്കെ നല്ല ടൈറ്റായിരുന്നു, നല്ല തുരുമ്പെടുത്തിരുന്നു എന്ന് റോയിച്ചൻ പറഞ്ഞു. അഴിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു ആള്, എന്നാലും അത് അഴിച്ച് എല്ലാവരും കൂടി അത് പിടിച്ചൊക്കെ മാറ്റിയൊക്കെ വെച്ചു. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന കാല് വെച്ചിട്ടാണ് കേട്ടോ റോയിച്ചൻ ബാക്കിയുള്ള സൈഡ് റെയിൽസ് മുഴുവൻ ഫിക്സ് ചെയ്തത്. അത് പിന്നീട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ചത് 1-2 ദിവസം എടുക്കുമെന്നാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, 7 മണിക്കൂർ കൊണ്ട് അവർ ഫുൾ റൂഫ് സെറ്റ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ചില പോരായ്മകളൊക്കെ വന്നിരുന്നെങ്കിലും അത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവരതെല്ലാം മാറ്റി മറിച്ചൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ആരെന്ത് ചെയ്താലും അത് എങ്ങനെയാണ് ചെയ്തത്, എന്താ ചെയ്തതെന്നൊക്കെ അറിയാനുള്ളൊരു ത്വര എനിക്ക് എപ്പോഴും ഉണ്ട്. അതായിരുന്നു നിങ്ങൾ ഇവിടെയും കണ്ടത് കേട്ടോ. This is Harry. This is LGM patio covers. അപ്പോൾ ഹാരിയാണ് നമുക്കെല്ലാം ചെയ്തു തന്നത്. ഇതിൻ്റെ അവസാനത്തെ ഷൂട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഹാരിയും ഹാരിയുടെ ഗൈസും ആണ് നമുക്കിത് ചെയ്തു തന്നത്. താങ്ക് യു സോ മച്ച് ഹാരി. അപ്പോൾ ഹാരിയും ഗൈസും നമ്മളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. നമ്മുടെ റൂഫെല്ലാം സെറ്റാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ പാറ്റിയോയുടെ മേക്ക് ഓവർ വരാനിരിക്കുന്നതേ ഉള്ളൂ. വെയിറ്റ് ഫോർ ഇറ്റ്. അന്നത്തെ ഷോപ്പിംഗ് വീഡിയോ കണ്ടവർക്കറിയാം, ഇസ്കിന്ന് നമ്മൾ പോയി ചൂസ് ചെയ്ത ടേബിളും സോഫ സെറ്റും ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് കനേഡിയൻ ടയറിൽ നിന്ന് നമ്മൾ മേടിച്ചൊരു കിളികളുടെ, എനിക്ക് കിളികളെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ റോയ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പം നമ്മൾ കിളികളുടെ ഒരു സംഭവം, ദിസ് ഈസ് അവർ ഹാപ്പി പ്ലേസ്, ഓഫ് കോഴ്സ് ദിസ് ഈസ് അവർ ഹാപ്പി പ്ലേസ്. അപ്പം അതിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ മേടിച്ച് വെച്ചു. പിന്നെ കർട്ടൻസ് ഒക്കെ സെറ്റ് ചെയ്തു. സൺഷെയ്ഡ് പിന്നെ നമുക്കൊരു ലിവിംഗ് സ്പേസ്. അതെ, പിന്നെ നമുക്കൊരു ലിവിംഗ് സ്പേസ്, ഒരു കൈൻഡ് ഓഫ് പ്രൈവസി എന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെ ഒന്ന്. പിന്നെ ഇവിടെ ആക്ച്വലി പണ്ട് നമുക്കൊരു ഇവിടെ റെയിൽ ഉണ്ടായില്ല, പണ്ട് നമുക്ക് സ്റ്റെയർസ് ആയിരുന്നു, ഓപ്പൺ സ്പേസ് ആയിരുന്നു, ലൈക്ക് കൈൻഡ് ഓഫ് ഡോർ. പക്ഷെ നമ്മൾ അത് മാറ്റിയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഡോർ ആക്കിക്കൊണ്ട് ഇവിടെ റോയിച്ചിന് അത് റെയിലാക്കി തന്നെ കംപ്ലീറ്റ്ലി ഫിക്സ് ചെയ്തു. അപ്പൊ പിള്ളേർക്കും സേഫ്റ്റി ഉണ്ടല്ലോ കളിക്കുമ്പോൾ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെതാ ഒരു ഫ്രൂട്ട് ട്രേ. ഫ്രൂട്ട്സ് ഒന്നുമല്ല, പക്ഷെ ഇടയ്ക്ക് ഈ ഫ്രൂട്ട് ട്രേ കണ്ടിട്ട് കിളികൾ വന്നിരിക്കും കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച്, പക്ഷെ റിയൽ അല്ല, അവരെ നമ്മൾ പറ്റിക്കും. പിന്നെതാ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനമാണ് കേട്ടോ, പണ്ട് മുതലേ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മണികൾക്കം. നല്ല കാറ്റൊക്കെ ഉള്ളപ്പം തനിയെ നല്ല നല്ല രസം ഇവിടെ വന്നിരിക്കാനായിട്ട്, നല്ല കാറ്റൊക്കെ ഉള്ളപ്പം. പിന്നെതാ ഇവിടെയും അതേപോലെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്, അവിടെ ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് നമ്മൾ ചെയ്ത കളർ കോഡ്, ഇവിടെ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. പിന്നെതാ ഇത് റോയിച്ചിന്റെ സെലക്ഷൻ ആണ്. ആക്ച്വലി സ്പീക്കിംഗ് ഇതെല്ലാം റോയിച്ചിന്റെ സെലക്ഷൻസ് ആണ്. പിന്നെ ഉള്ളത് ഈ ബ്ലൈൻഡ്സ്, ഇത് നമ്മൾ ആക്ച്വലി ഇത് ചെയ്ത ആൾക്കാർ തന്നെ നമുക്ക് തന്നതാണ്, ഒരു സൺഷെയ്ഡ് പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ, ഇത് നല്ല സാധനമാണ് ആക്ച്വലി. നമ്മൾ ആദ്യം വിചാരിച്ചു തുളയൊക്കെ കണ്ടപ്പോൾ മിക്കവാറും ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് സണ്ണ് വരുമെന്ന്, പക്ഷെ ഇല്ല, ഭയങ്കര നല്ലൊരു സൺഷെയ്ഡാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു മാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിടുന്ന ചെരുപ്പ് തന്നെ ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ വീട്ടിലെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ നമ്മൾ ഡെക്കിലൊന്നും ഇല്ലാണ്ട് വെറുതെ തടിയാവുമ്പം ചെളിയും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പം നമ്മൾ പിന്നെ ചെരുപ്പ് തപ്പാൻ നടക്കണം, ചെരുപ്പ് ഇട്ടിട്ട് വരണം, അപ്പം നമുക്കൊരു ലിവിങ് സ്പേസ് പോലെ അത് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പം അതാണ് മെയിൻ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആക്ച്വലി റൂം ആക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷെ ഇത്രയും ഒരു ഭംഗിയായിട്ട് നമുക്കൊരു ലിവിങ് സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു വൈ നോട്ട് ദിസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മാറ്റിങ്ങടെ ആകുമ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു മാറ്റ്. അപ്പോൾ ഇതാ നമ്മളുടെ പാറ്റിയുടെ മേക്ക് ഓവർ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അല്ലെങ്കിൽ കളർ കോഡിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണോ, എന്ത് തന്നെ ആയാലും സജഷൻസ് കമൻറ്റ്സ് ബിലോ പ്ലീസ്. നമ്മളത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെന്താ വെച്ചാൽ അതെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ചെലവ് കൂടും. ഓക്കെ, എനിവേസ് അത് തമാശ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. എൻജോയ് ദ ഫൈനൽ ലുക്ക് ഓഫ് അവർ ലിവിങ് സ്പേസ്.